ഗോയ്സ് റൗണ്ട് ഓഫ് 16 സെഗൂണ്ട ഡിവിഷനിൽ 17ാം സ്പോട്ടിൽ കിടക്കുന്ന ആൽബിസൈറ്റെ എന്താണ് പ്രൊണൗൺസിയേഷൻ എങ്കിലും റയൽ മാഡ്രിഡിനെ 3-2 റെഗുലർ ടൈമിൽ തോൽപ്പിച്ചുകൊണ്ട് റൗണ്ട് ഓഫ് 8 കടന്നിരിക്കുകയാണ്. യു ഹാഡ് മീ റൈറ്റ്. റൗണ്ട് ഓഫ് 8 കടന്നിരിക്കുകയാണ്. ആര്? സെഗൂണ്ട ഡിവിഷനിൽ കളിക്കുന്ന ആൽബിസൈറ്റ്. സോ റയൽ മാഡ്രിഡ് ബാക്ക് ടു ബാക്ക് ഗെയിംസ് തോറ്റിരിക്കുകയാണ്. സൂപ്പർ കോപ്പ ഡി എസ്പാന ഫൈനൽ ബാർസലോണ തോറ്റു. ഇപ്പോൾ റൗണ്ട് ഓഫ് 16 കോപ്പ ഡെൽ റേയിൽ തോറ്റു പുറത്തായി. റയൽ മാഡ്രിഡ് ആർബിലോയുടെ അണ്ടർ കളിച്ച ഫസ്റ്റ് ഗെയിം തന്നെ തോൽവിയോടെയാണ് തുടങ്ങിയിരിക്കുന്നത്. സോ ആർബിലോ പോസ്റ്റ് മാച്ച് വന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഈവൻ തോന്നെ ആ ഒരു റൈവൽ ഫാൻ എന്താണെന്ന് പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ ആസ് എന്നാ പറയാ റയൽ മാഡ്രിഡ് കോച്ച് എന്ന നിലയിൽ പുള്ളി പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പോലെ എനിക്ക് തോന്നി. മെയിൻലി പുള്ളി പോസ്റ്റ് മാച്ച് വന്നിട്ട് ഇനി ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകാൻ ലീഗയിലും ചാമ്പ്യൻസ് ലീഗിലാണ് വിച്ച് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് കപ്സ്. ഓക്കെ, ഐ ഗെറ്റ് ഇറ്റ്. കോപ്പ ഡെൽ റേയും സൂപ്പർ കപ്പും ഇമ്പോർട്ടൻ്റ് ആയിരിക്കത്തില്ല ലീഗയുടെ ചാമ്പ്യൻസ് ലീഗിന്റെ അത്ര 100% അഗ്രി ചെയ്യുന്നു. ബട്ട് ഇറ്റ്സ് എ കോമ്പറ്റീഷൻ, യു ഹാവ് ടു റെസ്പെക്ട് ദ കോമ്പറ്റീഷൻ. പോസ്റ്റ് മാച്ച് വന്നിട്ട് ആള് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പൊ പ്ലേയേഴ്സിനെ പലരെയും ആള് ലീവ് ചെയ്തു, സ്ക്വാഡിൽ പോലും എടുക്കാതെ ഇപ്പൊ പല പ്ലേയേഴ്സിനും റെസ്റ്റ് കൊടുത്തു. ഓക്കെ, എംബാപ്പയ്ക്ക് ഇഞ്ചറി കാരണം ആളെടുത്തില്ല, ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പ്ലേയേഴ്സിനും പുള്ളി റെസ്റ്റ് കൊടുത്തു. കുറെ യങ്സ്റ്റേഴ്സിനെ ടീമിലെടുത്തു. അത് തൻ്റെ കോളാണെന്നും താൻ അതിലൊരു ഇതുമില്ല, ഒരു ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു ഇതുമില്ല, ദാറ്റ്സ് എ റൈറ്റ് കോൾ എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞത്. ഓക്കെ, ബട്ട് പോസ്റ്റ് മാച്ച് ആൾ പറഞ്ഞ പല കാര്യങ്ങളും ഓക്കെ ഇത് ബ്ലെയിം ഈസ് ഓൺ മീ എന്നുള്ള രീതിയിലും ആൾ പറഞ്ഞു, പ്ലേയേഴ്സിലല്ല. ബട്ട് പ്ലേയേഴ്സ് ട്രൈഡ് ദെയർ ബെസ്റ്റ് എന്ന് പറഞ്ഞു. അതിനോട് ഞാൻ 100% അഗ്രി ചെയ്യുന്നില്ല. ഇന്നലെ റയൽ മാഡ്രിഡ് പിച്ചിൽ കളിച്ച ഒരു പ്ലേയേഴ്സും 100% പിച്ചിൽ കൊടുക്കുന്ന പോലത്തെ ഒരു ഫീൽ ഇല്ലായിരുന്നു. ട്രൈഡ് ദെയർ ബെസ്റ്റ്. ഓക്കെ, കോച്ചാണ്, പുതിയ കോച്ചാണ്, പ്ലേയേഴ്സിനെ ഇപ്പം കയ്യിലെടുക്കേണ്ട ആവശ്യമുണ്ട്, പ്രോപ്പർ മാനേജ്മെന്റ് ആവശ്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പ്ലേയേഴ്സ് ഇന്നലത്തെ പിച്ചിൽ 100% കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അഗ്രി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിയാണ്, സൂപ്പർ കോപ്പയ്ക്ക് ശേഷം പറന്നു വരികയാണ്, പ്ലേയേഴ്സിൽ ഫറ്റീഗ്നെസ്സും എല്ലാം ഉണ്ട്. ബട്ട് റയൽ മാഡ്രിഡ് ഇന്നലെ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. ഇറ്റ്സ് ജോർജ് എസ്റ്റേറോ എന്ന് പറയുന്ന പുള്ളി തന്നെ ആർഗ്യൂ ചെയ്തത് സ്പെയിനിലെ ഏറ്റവും ബെസ്റ്റ് നമ്പർ 6 എന്നാണ് അർബിലോ പറഞ്ഞത് ഈ ഒരു പ്ലെയറിനെ കുറിച്ച്. കസ്റ്റിയയില് ആൾ കോച്ച് ചെയ്യിക്കുന്ന ഒരു പ്ലെയറാണ്. ഓക്കെ, താരത്തിനെ സ്റ്റാർട്ട് ചെയ്തു. ആളുടെ പെർഫോമൻസ് ഇന്നലെ ബിറ്റ് ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു. കുറച്ച് നല്ല ബോൾ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആൾ കുറച്ച് പ്രഷറിലായിരുന്നു നമുക്ക് കാണാമായിരുന്നു. പക്ഷെ അത് ചെക്കൻ്റെ കുഴപ്പമൊന്നുമല്ല. ആ ടീമിലുള്ള മറ്റ് പല പ്ലേയേഴ്സും, വിനീഷ്യസ് ജൂനിയർ വാസ് സോ ബാഡ്. മസ്തുവാൻഡോനെ ഗോൾ അടിച്ചു, പക്ഷെ വീനോ മസ്തുവാൻഡോനെ ഈസ് ബെറ്റർ ദാൻ ദിറ്റ്. വാൽവേർഡെ വാസ് നോട്ട് അറ്റ് ഹിസ് ബെസ്റ്റ്. ബട്ട് ബാക്ക് ലൈൻ ഹൗസലുണ്ട്, റൗൾ അസെൻസിയോ ഉണ്ട്. ഓക്കെ, ജിമിനസ് അവരുടെ റൈറ്റ് ബാക്ക് ഫോർ മീ പേഴ്സണലി ഇച്ചിരി ഇംപ്രസ് ചെയ്തൊരു പ്ലെയർ പുള്ളി തന്നെയായിരുന്നു. ഫ്രാൻ ഗാർഷ്യനെ സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൈനപ്പ് ഉണ്ട്. പക്ഷേ മാൻ ഈ ഒരു പെർഫോമൻസ് പോരാ. സോ നിങ്ങൾ ഈ മാച്ചിന്റെ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം റയൽ മാഡ്രിഡ് ആകപ്പാട് 5 ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ് എടുത്തത്. ഓക്കെ, XG 1.31 ആണ്, ഓൾമോസ്റ്റ് അവരുടെ ഡബിൾ ഉണ്ട്, ഒരു 0.65 ആണ് അവർ XG. ബട്ട് അവർ 5 ഷോട്ട് ഓൺ ടാർഗറ്റ് എടുത്തു. അവർ ലോ ബ്ലോക്ക് സെറ്റ് ചെയ്ത് ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുക എല്ലാമായിരുന്നു. കൗണ്ടറിൽ റയൽ മാഡ്രിഡിനെ ഹിറ്റ് ചെയ്യാനായിട്ട് നോക്കുമായിരുന്നു. സ്ഥിരം ക്ലീഷ ഐറ്റം തന്നെ. പക്ഷെ റയൽ മാഡ്രിഡ് 1.31 XG ക്രിയേറ്റ് ചെയ്താൽ പോരാ എഗെയിൻസ്റ്റ് ദിസ് ടീം. അത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇന്നലത്തെ മാച്ചിൽ റയൽ മാഡ്രിഡ് ഫസ്റ്റ് ഹാഫിൽ കോർണർ കിക്കിലൂടെയാണ് പുറകിൽ പോകുന്നത്, 1-0 പുറകിൽ പോകും. പിന്നീട് ഒരു കോർണർ കിക്കിലൂടെ റയൽ മാഡ്രിഡ് ഈക്വലൈസറും സ്കോർ ചെയ്യാം. ഓക്കെ, 1-1 ഈക്വലൈസർ റയൽ മാഡ്രിഡ് സ്കോർ ചെയ്യുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് പോകുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ അവർ ലീഡ് എടുക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കാണുകയാണ്. അവർ ആ ക്രോസ് ബോക്സിലോട്ട് വരുന്നു. ഫസ്റ്റ് ടൈം റയൽ ക്ലിയർ ചെയ്യാനായിട്ട് പാടുന്നു. ആൻഡ് സെക്കൻഡ് ടൈം ഗോൺസാലോ ഗാർഷ്യയുടെ ഒരു പുവർ ക്ലിയറൻസ് ആയിരുന്നത് നേരെ അവരുടെ പ്ലെയറിന്റെ കാലിലോട്ടാണ് ചെല്ലുന്നത്. ആൻഡ് അവിടുന്ന് ആൾ ഷോട്ട് എടുക്കുന്നു, 2-1 ലീഡ് എടുക്കുന്നു. റയൽ മാഡ്രിഡ് കോപ്പ ഡെൽ റേയിൽ ഔട്ട് ആവുമോ എന്ന് പറയുന്ന ഒരു സിനാരിയോയിൽ നമ്മൾ നോക്കാനായിട്ടാണ്. പിന്നീട് റയൽ മാഡ്രിഡ് ഈക്വലൈസർ സ്കോർ ചെയ്യുന്നത് ഒരു കോർണർ കിക്കിലാണ്. ഗൂളർ എടുക്കുന്ന കോർണർ ഗോൺസാലോ ഗാർഷ്യ കൺവേർട്ട് ചെയ്തുകൊണ്ട് 2-2 ആക്കുന്നു. ഓക്കെ, ആഡ് ഓൺ ടൈമിലോട്ട് പോകുന്നു. ആഡ് ഓൺ ടൈം കഴിഞ്ഞാൽ നേരെ എക്സ്ട്രാ ടൈം ഉണ്ട്, അതിനുശേഷം ഷൂട്ട് ഔട്ട് ഉണ്ട്. സോ ആ ഒരു സിനാരിയോയിൽ ഓക്കെ റയൽ മാഡ്രിഡ് ആഡ് ഓൺ ടൈമിൽ ഒരു ഗോൾ അടിക്കും, അല്ലെ എക്സ്ട്രാ ടൈമിൽ പോയി റയൽ ജയിക്കും, ഒരു ഫേവറേറ്റ്സ് ആവും എന്നുള്ളൊരു സിനാരിയോ. പക്ഷേ ഇല്ല, വി ഹാവ് ടു ഗീവ് ക്രെഡിറ്റ്. ഒരു 1-1.5 മൊമെന്റ് ആയിരുന്നു അത്, കിടില മൊമെന്റ് ആയിരുന്നു അത്. റയലിന്റെ പ്ലേയേഴ്സ് അത്യാവശ്യം കമ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ ഇൻ ബിഹൈൻഡ് ബോൾ പ്ലേ ചെയ്യുന്ന അവരുടെ സ്ട്രൈക്കറിലോട്ട് ബോൾ ചെല്ലുകയാണ്. ആൾ അവിടെ ചെല്ലുന്നു, ഹോൾഡ് ചെയ്യുന്നു, ടീംമേറ്റ്സിന്റെ സപ്പോർട്ടിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ആൾ ഫസ്റ്റ് ടൈം എടുക്കുന്ന ഷോട്ട് ഡാനി കർവഹാൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നേരെ തിരിച്ച് ആളുടെ കാലിലോട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ അവിടെ നിന്ന് ആൾ എടുക്കുന്ന ആ ഷോട്ട് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഡിഫ്ലക്ഷനോ മറ്റോ മറിച്ചതോ ഒന്നുമില്ല, ഗോളായിട്ട് കൺവേർട്ട് ചെയ്ത് 3-2 വിക്ടറിയുമായിട്ട് 94-ാം മിനിറ്റ് നേടിയ ഗോളിൽ നേടിക്കൊണ്ട് അവർ പോവുകയാണ്. റൗണ്ട് ഓഫ് 16 റയൽ മാഡ്രിഡിനെ പുറത്താക്കിയിരിക്കുക. സോ ഇന്നലത്തെ പെർഫോമൻസിൽ 100% കോച്ചിന് ബ്ലെയിം ചെല്ലണം. പക്ഷെ അതിനേക്കാൾ ഉപരി
അർബിലോവായി ടീമിനെ കിട്ടിയിട്ട് ആൽബിസിറ്റിക്ക് അഗേൻസ്റ്റ് ഓക്കെ കോച്ചിങ്ങും മറ്റും മറിച്ചതും എല്ലാം വേണം. ബട്ട് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ഷുഡ് ഹാവ് സ്റ്റെപ്ഡ് അപ്പ്. റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്തേ പറ്റുമായിരുന്നു. കോച്ചിങ്ങിലും മറ്റു കാര്യത്തിലും ഒന്നും ഈ മാച്ചിൽ ബ്ലെയിം ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഇറ്റ്സ് ഓൾ അപ്പോൺ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഇതിൽ പിച്ചിൽ വിനിയോ ഉണ്ടായിരുന്നു, മസ്തോൻ്റെ ഉണ്ടായിരുന്നു, ഗോൺസാലോ ഗാർഷ്യ ഉണ്ടായിരുന്നു. 2 സെറ്റ് പീസിലൂടെയാണ് റയൽ മാഡ്രിഡ് ഗോളുകൾ സ്കോർ ചെയ്തത്. ഓക്കെ, സെറ്റ് പീസുകൾ ഓപ്പൺ പ്ലേയിലൂടെ കിട്ടുന്നതാണെന്ന് നമുക്ക് ആർഗ്യ ചെയ്യാം. പക്ഷെ എന്നാലും 2 കോർണർ കിക്കിലൂടെ മാത്രമാണ് ഗോൾ സ്കോർ ചെയ്തത്. ഈവൻ ലുനിനെ അവർ കൂടുതൽ ട്രസ്റ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നത് വരും. വേറൊരു മൊമെന്റ് ഉണ്ടായിരുന്നു, ലുനിൻ്റെ ഒക്കെ ഒരു നല്ല സേവ് സെക്കൻഡ് ഹാഫ് വന്ന മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ അവരുടെ ഗോൾ കീപ്പറിനെ വേണ്ട രീതിയിൽ ടെസ്റ്റ് ചെയ്തില്ല റയൽ മാഡ്രിഡ്. ആൻഡ് പോസ്റ്റ് മാച്ച് വന്നിട്ട് ഡാനി കർവഹാൾ പറഞ്ഞത് നോക്കും, ഓക്കെ ഈ പ്ലേയേഴ്സ് മിററിൽ നോക്കേണ്ട ആവശ്യമുണ്ട്, പ്ലേയേഴ്സിൽ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഈ പെർഫോമൻസ് പോരാ എന്ന് ക്യാപ്റ്റനായ ഡാനി കർവഹാൾ ഓപ്പൺലി പറഞ്ഞു. ഓപ്പൺലി ക്രിട്ടിസൈസ് ചെയ്തു പ്ലേയേഴ്സിനെ, അല്ല ഓപ്പൺലി പ്ലേയേഴ്സിനെ തന്നെയാണ് ക്രിട്ടിസൈസ് ചെയ്തത്. അതേസമയത്ത് അർബിലോ പ്ലേയേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു, ബ്ലെയിം പുള്ളിയുടെ ഭാഗത്തു നിന്നാണെന്നുള്ള രീതിയിലും പറഞ്ഞു. സോ ഓൾറെഡി ഇപ്പോൾ റയൽ മാഡ്രിഡ് പുതിയൊരു കോച്ചിനെ നോക്കാനായിട്ട് സമ്മറിലേക്ക് നോക്കാൻ തുടങ്ങി എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റയൽ മാഡ്രിഡ് ക്യാമ്പിൽ ലോസിന് ശേഷം നല്ല രീതിയിലല്ല എടുത്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് എല്ലാ വാർത്തകളും വരുന്നത്. പ്ലേയേഴ്സ് ആരും സ്പോക്ക് ചെയ്തില്ല, എവറിത്തിങ് ഈസ് ഡൗൺ, പാരസ് ഒട്ടും ഹാപ്പി അല്ല എന്നൊക്കെ രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളെല്ലാം വരുന്നത്. സോ 100% അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഐ തിങ്ക് മാഡ്രിഡ് ഫാൻസ് വിൽ ബി റിയലി ഫ്രസ്ട്രേറ്റഡ് വിത്ത് ദിസ് ലോസ്. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. റയൽ മാഡ്രിഡിന്റെ ഭാഗത്തു നിന്നും ഈ പെർഫോമൻസ് പോരാ. ആൽബിസിറ്റയുടെ കോച്ച് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ നോക്കുക, റയൽ മാഡ്രിഡിന് അഗേൻസ്റ്റ് ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ ഒരു മാച്ച് പോലും ജയിച്ചിട്ടില്ല. എന്തുകൊണ്ട്? കാരണം ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി ഈ റെക്കോർഡ് മാറ്റി വെച്ചിരിക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ ആൾ പറയുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു. ആ ഒരു ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ട്. സോ അത് തന്നെ സംഭവിച്ചു. ആളവിടെ പ്ലേയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്തു, ദ പ്ലേഡ് ഫോർ ദ ടീം. സോ ഇന്നലെ ശരിക്കും അവർ കൊടുത്ത പെർഫോമൻസിന് ദ ഡിസേർവ് സംതിങ് ഇൻ ദിസ് മാച്ച്. ഓക്കെ, അവർ ഒത്തിരി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എന്നല്ല പറയുന്നത്, ബട്ട് ദ ഡിഫെൻഡഡ് വെൽ ആസ് എ യൂണിറ്റ്. അവരുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ കമ്മിറ്റ്മെന്റ് കാണാമായിരുന്നു. ഓക്കെ, റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ഫറ്റീഗ്ഡ് ആണെന്ന് നമുക്ക് അറിയാം. സൂപ്പർ കോപ്പ കഴിഞ്ഞ് വരുന്ന കുറേ പ്ലേയേഴ്സ് ഉണ്ട്, ആ മാച്ച് കളിക്കാനും കുറേ പ്ലേയേഴ്സ് ഉണ്ട് ഈ പിച്ചിൽ. പക്ഷെ എന്നാലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ആ പിച്ച് കളി കണ്ടവർക്ക് മനസ്സിലാവും, അവർ കൂടുതൽ ബോഡീസ് ഫ്രണ്ടിലോട്ട് ഇടുന്നു, ഓടുന്നു, ട്രാക്ക് ബാക്ക് ചെയ്യുന്നു, കമ്മിറ്റ് ചെയ്യുന്നു. അവർക്ക് ആ മാച്ചിൽ നിന്ന് റിസൾട്ട് വേണമെന്നൊരു ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നു. അപ്പുറത്ത് റയൽ മാഡ്രിഡ് വേറെ ലൈക്ക് ഓക്കെ നമുക്ക് ഗോൾ വരും, എപ്പോഴേലും വരും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പല റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന്റെ ഇതിൽ നിന്ന് കാണുന്നു. ഗൂളറിന്റെ ഒക്കെ കയ്യിൽ ഈ പെർഫോമൻസ് പോരാ. ഓക്കെ, ഗൂളറൊക്കെ ശരിക്കും എക്സ്പെക്ടഡ് ബിറ്റ് മോർ ഫ്രം ഗൂളർ ഫ്രം ദിസ് മാച്ച്. വിനീഷ്യസ് ജൂനിയർ ഹാസ് ബീൻ റിയലി ഡിസപ്പോയിന്റിംഗ് ഇൻ ദിസ് മാച്ച്. പ്ലേയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്തേ പറ്റൂ, അല്ലാതെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇനി ഒരു അടുത്ത 3-4 മാസം ഇനി ചാമ്പ്യൻസ് ലീഗും ലലീഗയിലും ഫുൾ ഫോക്കസ് റയൽ മാഡ്രിഡിന് കൊടുക്കാൻ സാധിക്കും. ആർക്കറിയാം അവർ അതിലും എന്ത് കാണിക്കും എന്നുള്ള കാര്യം. സോ അർബിലോ, ഐ തിങ്ക് ഐ വാസ് നോട്ട് ഇംപ്രസ്ഡ് ബൈ ഹിസ് പോസ്റ്റ് മാച്ച് കുറച്ച് കമൻസ്. ഞാൻ നല്ല മിക്കവരും ഇപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കുറേ മാഡ്രിഡ് ഫാൻസ് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ പോസ്റ്റ് മാച്ച് ചില റെസ്പോൺസുകളെ കുറിച്ച്. സോ നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചിൽ ഓവറോൾ തോന്നുന്നൊരു ഒപ്പീനിയൻ വരാം. റയൽ മാഡ്രിഡ് ഇവിടെ നിന്ന് ഇനി എങ്ങോട്ട് ഈ സീസൺ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഐ തിങ്ക് എംബാപ്പെ ഇല്ലാതെ ക്ലിയർലി കാണാനുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഓക്കെ, ഈഗോ മറ്റേത് മറിച്ച് എന്തൊക്കെ പറഞ്ഞാലും റയൽ മാഡ്രിഡ് സ്ട്രഗിൾസ് ടു സ്കോർ ഗോൾസ് വെൻ എംബാപ്പെ ഈസ് നോട്ട് ഇൻ ദ പിച്ച്. അത് കൺസേണിംഗ് ആണോ എന്ന് ചോദിച്ചാൽ റിയലി കൺസേണിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആൽബിസിറ്റിക്ക് അഗേൻസ്റ്റ് കുറച്ചുകൂടെ റയൽ മാഡ്രിഡ് ഷുഡ് ബി ഡോമിനേറ്റിംഗ് ദിസ് മാച്ച്, ഈവൻ ബെറ്റർ ദാൻ ദിസ്. ആ കാര്യത്തിൽ നമുക്ക് യാതൊരു ഇടപെടില്ല. സോ അർബിലോയുടെ 1-2 ഫിലോസഫീസ് ആയിട്ട് തോന്നിയാൽ ഐ തിങ്ക് പുള്ളിക്ക് ബാക്ക് ചെയ്യുന്ന അത്യാവശ്യം പാസ് ചെയ്ത് ബിൽഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഒപ്പോണന്റ് ലോ ബ്ലോക്ക് ഇട്ടുകൊണ്ട് അഗ്രസീവ് പ്രസ് അല്ലാണ്ട് സ്പേസുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി കൂടുതൽ ഡയറക്റ്റ് ഒത്തിരി പോവാതെ ലാസ്റ്റ് മൊമെന്റ് ഡയറക്റ്റ് ഒത്തിരി പോയി, എസ്പെഷ്യലി ആ പുറകിൽ പോയതിനു ശേഷം. പക്ഷെ എല്ലാം ലൈക്സ് ടു പാസ് ഔട്ട് ഫ്രം ദ ബാക്ക് എന്നൊരു ഫീൽ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, പുള്ളി ഹാഫ് സ്പേസസിൽ നിന്ന് കട്ട്സും ക്രോസസും ഇടാനായിട്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നുണ്ട് റാദർ ദാൻ ഫ്രം ദ വൈഡ് ഏരിയസ്. പക്ഷെ ഇതെല്ലാം ലാസ്റ്റ് നമ്മൾ നോക്കാനായിട്ടാണ്, എസ്പെഷ്യലി റയൽ പുറകിൽ പോയതിനു ശേഷം 70 മിനിറ്റ് 75 മിനിറ്റ് ഒക്കെ അപ്രോച്ച് ചെയ്തപ്പോഴേക്കും ഡയറക്ട്ലി വൈഡ് ഏരിയാസിൽ നിന്നൊക്കെ ധാരാളം ക്രോസുകൾ റയൽ ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ട 1-2 ഫിലോസഫീസ് ഇതാണ്. ഐ തിങ്ക് ഹി ലൈക്സ് ടു യൂട്ടിലൈസ് ഹാഫ് സ്പേസസിൽ നിന്നുള്ള കട്ട്സും ക്രോസസും. ആൻഡ് ഹി ലൈക്സ് ടു ബിൽഡ് ഫ്രം ദ ബാക്ക് ത്രൂ ഷോർട്ട് പാസ് എന്നല്ല, പ്രോപ്പർ ഗ്രൗണ്ട് പാസസിലൂടെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ഒരു ഫീലുണ്ട്. സോ നമുക്ക് നോക്കാം, ലെവാന്റെക്ക് അഗേൻസ്റ്റുള്ള മാച്ച് വിൽ ഗീവ് us എ ബെറ്റർ ഐഡിയ എന്നുള്ളൊരു ഫീലാണ് എനിക്കിപ്പോൾ ഉള്ളത്. ആൻഡ് ഈ ലോസ് മെയിൻലി ഓൺ ദ പ്ലേയേഴ്സ് ആണ്, കോച്ചിനേക്കാൾ ഉപരി. ഞാൻ മേ ബി പുള്ളിയോടും ചോദിക്കും, ഇത്രയും പ്ലേയേഴ്സിനെ എന്തുകൊണ്ട് ലീവ് ചെയ്തു സ്ക്വാഡിൽ നിന്നൊന്നും വേണേൽ നമുക്ക് ചോദിക്കാം. സോ അവിടുന്ന് നമ്മൾ നേരെ ലണ്ടൻ ഡെർബിയിലോട്ട് പോകാനായിട്ടാണെങ്കിൽ കറവോ കപ്പ് സെമി ഫൈനൽ ഫസ്റ്റ് ലെഗിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സ്റ്റാഫോർഡ് ബ്രിഡ്ജ് വെച്ച് നടന്ന മത്സരത്തിൽ 3-2 ആർസണൽ ജയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ലെഗ് എമിറേറ്റ്സിലാണ് ആർസണൽ അത് ക്ലിയർ ഫേവറേറ്റ്സ് ടു ഗോ ടു ദ ഫൈനൽ വിത്തൗട്ട് എ ഡൗട്ട്. സോ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും ആർസണൽ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ പിച്ച് കാണാം. പ്രട്ടി മച്ച്
അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ലൈനപ്പ് തന്നെയായിരുന്നു. അതിൻ്റെ ആർസണലിൻ്റെ ബെഞ്ചിൽ നിന്നാണെങ്കിലും നല്ല ഓപ്ഷൻസ് അവർക്ക് ഇറങ്ങാനായിട്ടുണ്ടായിരുന്നു. മാർട്ടിനെല്ലിയൊക്കെ പോലത്തെ ഹാവേർഡ്സ് വന്നു, ഈസൂസ് വന്നു. സോ നല്ല ഓപ്ഷൻസ് ബെഞ്ചിൽ നിന്ന് ഇറങ്ങാനും ആർസണൽ വന്നായിരുന്നു. മെറീനോ, നോഗാടൊക്കെ ബെഞ്ചിൽ വന്നാൽ അത്യാവശ്യം സ്ട്രോങ് ലൈനപ്പ് തന്നെയായിരുന്നു. അപ്പുറത്ത് ചെൽസിയുടെ ലൈനപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, കുറച്ച് ഇഞ്ചറി വറീസ് അവർക്കുണ്ടായിരുന്നു. അച്ചംപിയോങ്ങിനെ റൈറ്റ് ബാക്ക് കളിപ്പിക്കേണ്ട ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗെയിനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഡെലാപ്പ് ഫിറ്റ് അല്ലായിരുന്നു. കോൾ പാൾമർ അവൈലബിൾ അല്ലായിരുന്നു ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും. കൈസൈഡോ അവൈലബിൾ ആയിരുന്നു. സോ കുറച്ച് ഇഷ്യൂസ് ചെൽസിക്ക് ഉണ്ടായിരുന്നു. ചെൽസിയുടെ ബെഞ്ചിൽ നിന്ന് വന്നതും ടോസിൻ, ഹാറ്റോ, ബാവിയാഷീൽ, പിന്നെ 2-3 അക്കാഡമി പ്ലേയേഴ്സ് ഒക്കെയാണ്. സോ ബെഞ്ചും അവർ അധികം സ്ട്രോങ് അല്ല. ഗർണാച്ചോ മേഡ് ആൻ ഇമ്പാക്ട് ഇൻ ദിസ് ഗെയിം. സോ സ്റ്റാറ്റ്സ് നിങ്ങൾ ഈ ഒരു മാച്ചിന് നോക്കുവാണെങ്കിൽ ക്ലിയർലി ആർസണൽ വേർ ദ ബെറ്റർ സൈഡ്. ആർസണൽ സ്റ്റാറ്റിസ്റ്റിക്കലി ദേ വേർ ദ ബെറ്റർ സൈഡ്. ആൻഡ് മാച്ചിൽ ഓവറോൾ ചാൻസുകൾ ബെറ്റർ ക്രിയേറ്റ് ചെയ്തതും ആർസണൽ തന്നെയാണ്, നമുക്കൊരു ഡൗട്ടും ഇല്ല. പക്ഷേ നമ്മൾ റൊസനിയർ അണ്ടർ എഗെയിൻസ്റ്റ് ആർസണൽ ഫിലോസഫി വിടാതെ ബിൽഡ് അപ്പ് ഫ്രം ദ ബാക്ക്, റിസ്ക് എടുത്ത് ബിൽഡ് ചെയ്യുക എന്നുള്ളതിൽ അവർ സ്റ്റക്ക് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ 1-2 മൊമെന്റ്സ് ഉണ്ടായിരുന്നു പണി കിട്ടേണ്ടത്. പക്ഷെ അവർ ആ ഫിലോസഫിയിൽ ട്രസ്റ്റ് ചെയ്ത് തന്നെ കളിച്ചു. ആൻഡ് 2-3 സിറ്റുവേഷൻസിൽ ആർസണൽ ഡിഫൻസ് ഓപ്പൺ ആക്കി, ക്ലിയർ കട്ട് ചാൻസ് ആക്കിയതല്ല, അവിടെ ഓപ്പൺ ആക്കി. അത് മേ ബി ഈ മാച്ചിൽ പോസിറ്റീവായിട്ട് പറയാം. റൊസനിയറിന് അണ്ടർ പുള്ളിയുടെ ഫിലോസഫി പുള്ളി ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത് സെക്കൻഡ് ഗെയിം ഇൻ ചാർജാണ്. സോ ഫസ്റ്റ് ഹോം ഗെയിം മാച്ചോടാണ്. സോ ഡെഫിനറ്റ്ലി അതിന് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കാം, എസ്പെഷ്യലി ആർസണലിന് അഗേൻസ്റ്റ് കാണിച്ച ആ ഒരു ഇത്. ആൻഡ് കുറേ പ്ലേയേഴ്സിന് ഇഞ്ചേർഡും ആയിരുന്നു, അവർ ഇഞ്ചറി ഇഷ്യൂസും ചെൽസിക്ക് ഉണ്ടായിരുന്നു. ബട്ട് മാച്ചിൽ റിയലി ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ച കാര്യം ആർസണലിൽ സ്കോർ ചെയ്ത 2 ഗോളും പ്രിവെന്റ് ചെയ്യാവുന്നതായിരുന്നു. മെയിൻലി അത് സാഞ്ചസിന്റെ മിസ്റ്റേക്കാണ്. സാഞ്ചസിനെ ഓൺ ദ ബോൾ ഇങ്ങേറെ സിസ്റ്റത്തിൽ കൂടുതൽ ഡിമാൻഡിങ് ആയിരിക്കും. നമുക്കറിയാതെ ഇന്നലത്തെ മാച്ചിൽ ക്ലിയർലി വിസിബിളും ആയിരുന്നു. ആള് ഒരു ഔട്ട്ഫീൽഡ് പ്ലെയർ പോലെ തന്നെ ബിൽഡപ്പ് ഫേസിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം, ആ ഗോളുകൾ വന്ന സിനാരിയോ, അതിനേക്കാൾ മുമ്പ് 1-2 കാര്യങ്ങളും പറയണമെന്ന് തോന്നി. ജാവോ പെഡ്രോയുടെ പെർഫോമൻസ്. ജാവോ പെഡ്രോ ആണ് ഒരു നമ്പർ 10 റോളിൽ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്ത് ബിൽഡപ്പിലൊക്കെ വന്ന് ആക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. വിസോ, എൻസോ ഫെർണാണ്ടസ് ഡ്രോപ്പിംഗ്, സാന്റോസ്, ജാവോ പെഡ്രോ, പിന്നെ സെന്റർ ബാക്കുകൾ, വിങ് ബാക്സ് എല്ലാം നമ്മൾ നോക്കാനായിട്ടാണ് ബിൽഡപ്പിൽ ആക്ട് ചെയ്ത് നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് ബിൽഡ് ചെയ്യുന്ന ഒരു ഫിലോസഫി തന്നെയാണ്. ഒപ്പോണന്റിന്റെ പ്രസ് അട്രാക്ട് ചെയ്യുന്ന ഒരു ഫിലോസഫി തന്നെയാണ് ഇതുള്ളത്. സോ ഇന്നലെ ചലബോയുടെ ആണെങ്കിലും അച്ചംപിയോങ്ങിന്റെ ഒക്കെ ആണെങ്കിലും പെർഫോമൻസ് ഓൺ ദ ബോൾ വലിയ മോശമല്ലായിരുന്നു. ബട്ട് മേ ബി റീസ് ജെയിംസ് തിരിച്ച് ടീമിലോട്ട് വരുമ്പോൾ, കോൾവില് നെക്സ്റ്റ് സീസൺ ആണ് ഇഞ്ചറി മാറി വരുന്നത്, കോൾവില് വരുമ്പോഴേക്കും കുറച്ചുകൂടെ ബെറ്റർ ആവും. മേ ബി കൈസറോ പിച്ചിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവും ആ ചെൽസിയുടെ ബിൽഡപ്പ് എന്നുള്ള ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഉള്ളത്. എൻസോ ഫെർണാണ്ടസിനെ മേ ബി ഫെർണാണ്ടസ്, ആൻഡ്രേ സാന്റോസ്, കൈസറോ അറ്റ് ദ സെയിം ടൈം പിച്ച് വന്നാൽ ഐ വോണ്ട് ബി സർപ്രൈസ്. സ്റ്റാർട്ട് ചെയ്താൽ ഐ വോണ്ട് ബി സർപ്രൈസ്. കാരണം ദീസ് 3 വിൽ ഹെൽപ്പ്. കുറച്ചുകൂടെ ബിൽഡപ്പിൽ ഹെൽപ്പ് ചെയ്യും. മേ ബി അറ്റാക്കിങ്ങിൽ ഒരു സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷേ മേ ബി ഇവർ 3 പേര് അറ്റ് ദ സെയിം ടൈം പുള്ളി രണ്ടര കളിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട് ഗോയിങ് ഫോർവേഡ്. ബട്ട് നമ്മൾ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഫസ്റ്റ് ആണ് ഒരു കോർണർ കിക്കിലൂടെ വരുന്ന ഒരു സിനാരിയോ. അവിടെ സാഞ്ചസ് കയറി വരുന്നു, പുള്ളിയുടെ കയ്യിൽ ഇടയിലൂടെ പോകുന്നു. ഹി ഷുഡ് ഹാവ് കളക്റ്റഡ് ദാറ്റ്. 1-0 പുറകെ പോവുകയാണ്. ഈസിലി ബെൻ വൈറ്റ് കൺവേർട്ട് ചെയ്യണം. ആൻഡ് സെക്കൻഡ് ഗോൾ വന്ന രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കാം. സാക്കയിലോട്ട് ബോൾ ചെല്ലുന്നു, സാക്ക ഹോൾഡ് ചെയ്യുന്നു. സാക്ക ആണെങ്കിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബെൻ വൈറ്റിന്റെ റണ്ണ് കാണുന്നു, ബെൻ വൈറ്റിനെ റിലീസ് ചെയ്യുന്നു. ആൻഡ് ബെൻ വൈറ്റ് ഇടുന്ന ക്രോസ് കംഫർട്ടബിളി ആ സാഞ്ചസിന് കയ്യിലാക്കായിരുന്നു. ഫസ്റ്റ് ഗോൾ പിന്നെയും പോട്ടെ നോക്കാം, മിസ് ജഡ്ജ്മെന്റ് എന്തെങ്കിലും പറയും. ബട്ട് ദിസ് വാസ് റിയലി ബാഡ്. സാഞ്ചസിന്റെ കയ്യിൽ ഇടയിലൂടെ അത് പോകുന്നു. ഗ്യോക്കറസിന് സിമ്പിൾ ടാപ്പിംഗ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. 2-0 ലീഡ് എടുക്കുക. ഫസ്റ്റ് ഹാഫ് ഗ്യോക്കറസ് ബിറ്റ് ഓഫ് ആയിരുന്നുള്ള പറയാലോ. ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം എസ്പെഷ്യലി ഗോൾ വന്നതിന് ശേഷം ഗ്യോക്കറസിന്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ആവുന്ന നമുക്ക് കാണാമായിരുന്നു. ഇവർ ആർസണൽ അടിച്ച മൂന്നാമത്തെ ഗോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ബോൾ ഗ്യോക്കറസിലോട്ട് ചെല്ലുമ്പം ഓക്കെ, ഗ്യോക്കറസിന് അഗ്രസീവ്ലി അവരത് ബ്ലോക്ക് ചെയ്തില്ല. പക്ഷെ എന്നാലും ഗ്യോക്കറസ് റൈറ്റ് ആയിട്ട് അത് ചെറിയൊരു മൊമെന്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ആൾ റൈറ്റ് ആയിട്ട് സുബിമെൻഡിയിലോട്ട് അത് റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു പാസ് ഡിഫൻഡേഴ്സിനെ ട്രാക്ക് ചെയ്ത് ആൻഡ് സുബിമെൻഡി എടുക്കുന്ന ഒരു ഷോട്ട് സൂപ്പർ ഫിനിഷ് ആയിരുന്നു. അത് 3-1 ആക്കുന്നുണ്ട്. അതിന് ഗർണാച്ചോ അടിച്ചാൽ അതിലോട്ട് ഞാൻ വരാം. മൂന്നാമത്തെ ഗോൾ ആർസണൽ അങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത്. പിന്നീട് ഗ്യോക്കറസ് മൊമെന്റ്സിൽ ബോൾ ഹോൾഡ് ചെയ്യുന്നു, ടൈറ്റ് സ്പേസസിൽ ടീംമേറ്റ്സിനെ റിലീസ് ചെയ്യുന്നു. സോ ഗ്യോക്കറസിന് എന്ത് എക്സ്പെക്ട് ചെയ്തു അത് നമ്മൾ കണ്ടു ഇന്നലത്തെ മാച്ചിൽ. ആളുടെ ഫിസിക്കാലിറ്റി നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുന്ന സിനാരിയോസ് നമ്മൾ കണ്ടു. സോ ആ ഗോൾ മേ ബി പുള്ളിക്ക് കോൺഫിഡൻസ് കൊടുത്ത് കാണും. ആൻഡ് ആർസണലിന് ഈ ഒരു നെക്സ്റ്റ് 4-5 മന്ത്സ് ഗ്യോക്കറസ് ഗോൾ സ്കോർ ചെയ്യാൻ തുടങ്ങിയാൽ ഓൾറെഡി ദേ ആർ ദ ഫേവറേറ്റ്സ് ഫോർ ദ പ്രീമിയർ ലീഗ്. ബട്ട് ഗ്യോക്കറസ് ഒരു പ്രൊളിഫിക് ഗോൾ സ്കോറിംഗ് റണ്ണിലോട്ടും അഥവാ ഇന്നലെ നമ്മൾ സെക്കൻഡ് ഹാഫ് കണ്ട ലെവൽ ഓഫ് അവയർനെസ്സും ഗ്യോക്കറസിന്റെ ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ ആർസണൽ പ്രട്ടി മച്ച് ലീഗ് ഗ്യാരണ്ടി ആക്കാൻ സാധിക്കും. കാരണം അമ്മാതിരി ഗോൾ സ്കോറിംഗ് ത്രെട്ട് ആൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുവാണ്. സോ പിന്നീട് നമ്മൾ നോക്കാനായിട്ടുണ്ടെങ്കിൽ ഗർണാച്ചോനെ സെക്കൻഡ് ഹാഫ് ചെൽസി ഇറക്കുന്ന സിനാരിയോ കണ്ടു. ആൻഡ് ഗർണാച്ചോയുടെ ഒരു നല്ല ഇമ്പാക്ട് ഓഫ് ദ ബെഞ്ച് ആയിരുന്നു നമ്മൾ കണ്ടത്. സോ ചെൽസി അടിച്ച ഫസ്റ്റ് ഗോൾ 2-0 പുറകെ പോയതിനു ശേഷം 2-1 ആക്കിയ സിനാരിയോ. ഇപ്പോൾ എൻസോ ഫെർണാണ്ടസ് ഡിഡ് റിയലി വെൽ ടു വിൻ ദ ഡ്യുവൽ. ആൾ നേരെ പെഡ്രോ നെറ്റോയിലോട്ട് കൊടുക്കുന്നു. ആൻഡ് പെഡ്രോ നെറ്റോയുടെ ക്രോസ് വരികയാണ്. എൻസോ ഫെർണാണ്ടസ് റൺ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് എൻസോയ്ക്ക് അത് ഹെഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ബട്ട്
ഗർണാച്ചോയുടെ കാലിലോട്ടാണ് പോകുന്നത്. ഗർണാച്ചോ ഒരു നല്ല ഷോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. 2-1 ആക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. പിന്നീട് ആർസണൽ 3-1 ആക്കി. ഞാൻ ഈ പറഞ്ഞ ജോക്കർ നമ്മുടെ സുബിമെൻഡിയുടെ ഗോളിലൂടെ 3-1 ആക്കി. പിന്നീട് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമുണ്ട്, 2 നല്ല ചാൻസുകൾ ആർസണൽ മിസ് ചെയ്യുന്നുണ്ട്. ഒന്ന് മിക്കേൽ മെറീനോയുടെ ഒരു ഷോട്ട്, ഒരു പോയിന്റ് ബ്ലാങ്ക് സേവ്, അത് സ്ട്രെച്ച് ചെയ്യുന്ന കാലി കൊണ്ട് സാഞ്ചസ് സേവ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു കോർണർ കിക്കിലൂടെ കിട്ടിയ ഹെഡർ സിറ്റുവേഷൻ ഗബ്രിയലിന്റെ ഒരു സിറ്റർ മിസ് ഉണ്ട്. ഗബ്രിയലിന്റെ സ്റ്റാൻഡേർഡ് വെച്ചത് ഒരു സിറ്റർ മിസ് തന്നെയാണ്. ഫ്രീ പോസ്റ്റ് ആയിരുന്നു. ഈ ഷുഡ് ഹാവ് കൺവേർട്ടഡ് ദാറ്റ്. അതുപോലെ അതിനുശേഷമാണ് ഗർണാച്ചോയുടെ ഈക്വലൈസർ വരുന്നത്. അതും നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കോർണർ കിക്കിലൂടെയാണ്. കോർണർ കിക്ക് വരുന്നു, കെപ്പ ലൈനിൽ നിന്ന് കയറി വരുന്നു. കെപ്പയ്ക്ക് അത് പഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. ക്ലിയർ ചെയ്യുന്ന നേരെ ഗർണാച്ചോയുടെ കാലിലോട്ടാണ് ചെല്ലുന്നത്. ഗർണാച്ചോയുടെ ഒരു ഷോട്ട്, ഫസ്റ്റ് ടൈം ഷോട്ട്, വോളി പോലത്തെ ഒരു ഷോട്ട്, അത് ബൗൺസ് ചെയ്ത് ഗോളായി കയറുകയാണ്. ചെൽസി 3-2 ആക്കുന്ന സിനാരി വരുവാണ്. ഐ തിങ്ക് ഓക്കെ, ആർസണൽ മേ ബി ചാൻസുകൾ കുറച്ചുകൂടെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വേറൊരു സ്കോർ ലൈനിലോട്ട് പോയേനെ. ബട്ട് ചെൽസിയും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. സോ ഐ തിങ്ക് ചെൽസി ഒരു ഫെയർ റിസൾട്ട് അറ്റ് ദ എൻഡ് എന്ന് പറയേണ്ടി വരും. മേ ബി ഒരു 3-0 4-0 ഓവർലി ഫെയർ ആവത്തില്ല. ആ ഒരു 2 ഗോൾ കൺവേർട്ട് ചെയ്തു. മേ ബി സെക്കൻഡ് ലെഗ് ആർസണലാണ് ക്ലിയർ ഫേവറേറ്റ്സ് എങ്കിലും ദർ ഇസ് എ ചാൻസ് ഫോർ ചെൽസി എന്നുള്ളൊരു സിനാരിയോ വന്നു. ഐ തിങ്ക് നമുക്ക് നോക്കാം കാര്യങ്ങൾ അങ്ങനെ ഒന്ന്. സെക്കൻഡ് ലെഗിലോട്ട് വരുമ്പോൾ മേ ബി പാൾമർ, റീസ് ജെയിംസ്, കൈസിഡോ ഒക്കെ വരുമ്പോൾ ഐ തിങ്ക് ചെൽസി കുറച്ചുകൂടെ ബെറ്റർ ആവും. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. എന്താണ് ഈ മാച്ചിലുള്ള ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം. ഐ തിങ്ക് റോസനിയർ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 2 മാച്ചുകൾ വെച്ചാണ് പറയുന്നത്. ദർ ആർ സം പോസിറ്റീവ്സ് പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് പ്ലേയിലൊക്കെ. നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നത്. അവിടുന്ന് നമ്മൾ ആഫ്കോൺ ഒന്ന് ടച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ ഇന്നലെ സെനഗല് ഈജിപ്തിനെ പുറത്താക്കിയിട്ടുണ്ട്. മാനെ നേടിയ ഗോളിൽ 78-ാം മിനിറ്റ് നേടിയ ഗോളിൽ 1-0 ജയിച്ചുകൊണ്ട് സെനഗൽ ഫൈനലിലോട്ട് കടന്നു. അതുപോലെ തന്നെയാണ് മൊറോക്കോയും ഫൈനലിലോട്ട് കടന്നിട്ടുണ്ട്. നൈജീരിയനെ ഷൂട്ട് ഔട്ടിൽ 4-2 തോപ്പിച്ചുകൊണ്ട്. ആൻഡ് ബോണോ വിത്തൗട്ട് എ ഡൗട്ട് ഷൂട്ട് ഔട്ടിൽ 2 സൂപ്പർ സേവുകളാണ് ബോണോ നടത്തിയത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്, റെഗുലർ ടൈം 0-0 ആയിരുന്നു, എക്സ്ട്രാ ടൈമിലും 0-0 ആയിരുന്നു. ഷൂട്ട് ഔട്ടിലോട്ട് പോയാണ് ഈ മാച്ചിൽ മൊറോക്കോ ജയിച്ചു. സോ വി വിൽ ബി സീയിങ് എ മൊറോക്കോ വേഴ്സസ് സെനഗൽ ഫൈനൽ ഓൺ സൺഡേ. എനിക്കൊന്ന് ഇന്ത്യൻ സമയം ടെക്നിക്കലി മൺഡേ വെളുപ്പിനെ 12:30 ആയിരിക്കും. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോവെന്ന്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളൊരു ഒപ്പീനിയൻ പറയാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.